ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഞങ്ങളുടെ ഒരു കൂട്ടുകാരുണ്ട് സുമേഷ് തമ്പി എന്ന് പറയും. സുമേഷ് തമ്പിക്ക് പറ്റിയ ജോഡിയാണ്. നൂർജഹാന്റെ ഒക്കെ ഷേപ്പ് ഒക്കെ ഉള്ള ഒരാളാണ്. ആനെന്താ പഞ്ചവർണ്ണ തത്തയിലേ നമ്മുടെ ജയറാമേട്ടൻ ഇങ്ങനെ ഒരാള് മയക്ക് വെടി വെച്ചിടൂലേ, ആനക്കെട്ട് വെക്കണ വെടി പുള്ളിക്കെട്ട വെള്ളണ് ഇത്തിരി വണ്ണമക്കളും ആനയുടെ മേളിൽ നിന്ന് താഴത്തേക്ക് വീണ ഒരാള്. ബിനു അടിമാലിയാണ് വിഷയം. അപ്പൊ ഇപ്പൊ 2-3 ദിവസമായിട്ട് നമ്മൾ നോക്കണമെങ്കിൽ ബിനു അടിമാലി നല്ല രീതിക്ക് വിവാദങ്ങളിനകത്ത് ഇങ്ങനെ നടന്ന് കറയും കൊണ്ടിരിക്കുന്നതാണ്. അതായത് ഒരു ക്യാമറ തട്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ വിഷയത്തിനകത്ത്. അപ്പൊ ഞാൻ ആ ഒരു വിഷയം നല്ല രീതിക്ക് ഫോളോ ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ പറ്റി ഒരു വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കണമെങ്കിൽ ഏകദേശം പറഞ്ഞ ഒരു 3 മാസങ്ങൾക്ക് മുന്നേ ബിനു അടിമാലി കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ടായി. അതായത് നമ്മുടെ കൗമുദി ടിവിനകത്താണ് പുള്ളിക്കാരനൊരു ഇന്റർവ്യൂ കൊടുത്തത്. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയം ബിനു അടിമാലി ഉണ്ടായി, ധർമ്മജൻ ഉണ്ടായി. അപ്പൊ ഇവര് നമ്മൾ ഇന്റർവ്യൂ കൊടുത്ത സമയം അതിനകത്ത് ഓപ്പോസിറ്റ് ഇരുന്ന ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വണ്ണമൊക്കെ ഉള്ള ഒരു ആങ്കറാണ്. ആ പുള്ളിക്കാരുടെ പേരെന്ന് പറഞ്ഞാൽ നൂർജഹാൻ എന്നാണ്. അപ്പൊ ഈ നമ്മുടെ ബിനു അടിമാലി പറഞ്ഞ ഒരു കൗണ്ടർ ഉണ്ട്. ആ ഒരു കൗണ്ടർ നമുക്കൊന്ന് കേട്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഞങ്ങളുടെ ഒരു കൂട്ടുകാരുണ്ട് സുമേഷ് തമ്പി എന്ന് പറയും. സുമേഷ് തമ്പിക്ക് പറ്റിയ ജോഡിയാണ്. നൂർജഹാന്റെ ഒക്കെ ഷേപ്പ് ഒക്കെ ഉള്ള ഒരാളാണ്. ആനെന്താ പഞ്ചവർണ്ണ തത്തയിലേ നമ്മുടെ ജയറാമേട്ടൻ ഇങ്ങനെ ഒരാള് മയക്ക് വെടി വെച്ചിടൂലേ, ആനക്കെട്ട് വെക്കണ വെടി പുള്ളിക്കെട്ട വെള്ളണ് ഇത്തിരി വണ്ണമക്കളും ആനയുടെ മേളിൽ നിന്ന് താഴത്തേക്ക് വീണ ഒരാള്. അപ്പൊ അതാണ് ബിനു അടിമാലി പറഞ്ഞ ആ ഒരു കൗണ്ടർ. എന്റെ പൊന്നു എന്ത് നല്ല ഫണ്ടിയായിരുന്നല്ലേ. ചിരിച്ച് മരിച്ച്. എന്റെ പൊന്നു ഈ ബിനു അടിമാലിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേര് പറയുന്ന ഈ ഊള കൗണ്ടറുകൾ കേട്ടിട്ട് അങ്ങേര് തന്നെ ഒന്നില്ലെങ്കിൽ അങ്ങേര് തന്നെ ചിരിക്കുക, അല്ലെങ്കിൽ അങ്ങേരെ കൂടെ ഇരിക്കുന്ന ആൾ ചിരിക്കുക. അല്ലാണ്ട് വേറെ ആർക്കും ഈ ഒരു സംഭവം കേട്ടിട്ട് ചിരി വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർ മാജിക്കിനകത്തൊക്കെ ആ ഒരു പരിപാടി ഏറ്റവും കൂടുതൽ കുളം തോണ്ടാനായിട്ട് ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ബിനു അടിമാലി തന്നെയാണ്. അപ്പൊ പുള്ളിക്കാരൻ ആ ഒരു പരിപാടിനകത്താണെങ്കിൽ ഈ ബോഡി ഷെയ്മിങ്ങും അതൊക്കെ ചെയ്തിട്ടുള്ള ഫണ്ടും ഇങ്ങേര് ഇപ്പോഴും നമ്മുടെ ഈ ഒരു നൂറ്റാണ്ടിനകത്തേക്ക് വന്നിട്ടില്ല. ഇങ്ങേര് എപ്പോഴും ആ ഏതോ പഴയ ഒരു നൂറ്റാണ്ടിനകത്ത് നിന്നിട്ടാണ് ഇങ്ങേര് ഈ പറഞ്ഞ കോമഡികളൊക്കെ അടിച്ചിട്ടിരിക്കുന്നത്. ഇപ്പൊ ആ ഒരു ആങ്കറിനെ തന്നെ പുള്ളിക്കാരി എത്ര കോൺഫിഡന്റ് ആയിട്ടാണ്, നമ്മൾ ആ ഇന്റർവ്യൂ കണ്ടാൽ മനസ്സിലാവും, പുള്ളിക്കാരി എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് അവിടെ ഇരുന്ന് ഈ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ അവിടെ ഇട്ടിട്ട് ഈ ബോഡി ഷെയിമും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വീട്ടിനകത്ത് ഈ കണ്ണാടി എന്ന് പറഞ്ഞ സാധനം ഇല്ലാന്ന് തോന്നുന്നത്. അതായത് സ്വന്തമായിട്ട് നമ്മൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളവരുടെ അടുത്ത് നീ അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു, നിന്റെ മുഖം അങ്ങനെ ഇരിക്കണം, നീ തടിച്ചിട്ടാണോ മെലിഞ്ഞിട്ടാണോ കഷണ്ടിയാണോ ഇതൊക്കെ പറയാനായിട്ട്. എന്നിട്ട് വേണം നമ്മൾ ഇതാക്കണം. ആദ്യം നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് തോന്നണം, എന്നിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളവരായിട്ട് ഊക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്ക് അതായത് ഇപ്പൊ ഇത് കാണുമ്പോൾ ആർക്കായാലും തോന്നിയേക്കാം അതായത് ഈ ഒരു പുള്ളിക്കാരി എന്തുകൊണ്ട് അപ്പൊ തന്നെ പ്രതികരിച്ചില്ല, ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് അപ്പൊ തന്നെ പ്രതികരിച്ചില്ല എന്നൊക്കെ എല്ലാവർക്കും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പൊ ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വീഡിയോ കടന്ന് വൈറലായിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് ഈ പുള്ളിക്കാരി ഈ നൂർജഹാൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരി വന്നിട്ട് ഈ ഒരു ഇതിനെതിരെ ഒരു പ്രതികരണമായിട്ട് വന്നേക്കണം. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാവേ. ഹലോ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ആങ്കർ ഞാനാണ്. ഇപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ ഫാമിലി ആയാലും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ റിയാക്ട് ചെയ്യാഞ്ഞത്, ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. പേഴ്സണലി ഇപ്പം നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ചില സിറ്റുവേഷൻ ഉണ്ടാവില്ല, നമുക്കൊരു നല്ല ദേഷ്യം വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷെ അപ്പോൾ ഡയലോഗ് ഓർമ്മ വരില്ല. ഇത് വന്നിട്ട് നമ്മൾ ആലോചിക്കും ഷോ ആ മാസ് ഡയലോഗ് അപ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നു, സെയിം ആയിരുന്നു എൻ്റെ അവസ്ഥ. പക്ഷേ അതിന് പിന്നീട് വേറെയും ഒരു കാര്യമുണ്ട്. അന്ന് ഈ ഒരു ഷൂട്ടിന് പോകുന്ന നേരം എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറിന് സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും ക്യാമറ ക്രൂവും കൂടിയാണ് പോയത്. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വമാണ് ലൈക്ക് എൻ്റെ ചാനൽ കമ്പനി എന്നല്ല ഞാൻ പറയുന്നത്, എനിക്കൊരു സിൻസിയറിറ്റി ഉണ്ടല്ലോ. അവർ എന്നെ ഏൽപ്പിച്ച ഷോ നന്നായിട്ട് കൊണ്ടുപോകണം എന്ന്. അത് പ്രൊഡ്യൂസർ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് എന്നെ ട്രസ്റ്റ് ചെയ്തായിരിക്കുമല്ലോ അവരിയ്ക്കുന്നത്. അപ്പോൾ ഞാനപ്പോൾ ആ ഷോ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലാണ് ഇവർ പറയുന്നത്. തുടക്കത്തിൽ തന്നെ എനിക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെട്ട് അവരെ വെറുപ്പിച്ച് പോവാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു വർക്കിൻ്റെ പാർട്ടായിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇവർ രണ്ടുപേരും എന്താ സുമേഷ് തമ്പി എന്ന് പറഞ്ഞ ഒരാൾ, എനിക്ക് ആക്ച്വലി അയാളെ അറിയില്ലായിരുന്നു. ഞാനിപ്പം റീസെൻ്റ്ലി അയാളുടെ ഫോട്ടോ കണ്ടു. എനിക്ക് പേഴ്സണലി ഞാനും പുള്ളിയും തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. പുള്ളിക്ക് പുള്ളിയുടേതായ സൗന്ദര്യമുണ്ട്, എനിക്ക് എൻ്റെതായ സൗന്ദര്യമുണ്ട്. എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളുമാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു സമയമുണ്ടെന്ന് തോന്നുന്നില്ല. ലൈക്ക് വണ്ണമുണ്ട് പുള്ളിക്ക്, എനിക്കും വണ്ണമുണ്ട്. എന്ന് വെച്ചാൽ ഈ ലോകത്ത് ഇപ്പോൾ മെലിഞ്ഞവരെല്ലാവരും ഒരേപോലെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ മസ്കുലർ ആയിട്ടുള്ളവരെല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്, പൊക്കമുള്ളവരെല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നത് അല്ല. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. അതുമാത്രമല്ല പറ്റിയ ജോഡി എന്നാൽ വണ്ണമുള്ളവർ മാത്രമേ ഉള്ളൂ ജോഡി. എനിക്കിപ്പോൾ ഇതൊക്കെ പ്രതികരിക്കണം തോന്നുന്നു. ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്ത് ഇപ്പോൾ വന്ന് വീഡിയോ ഇടുന്നത്, ലൈക്ക് എനിക്കിപ്പോൾ പ്രതികരിക്കാനാണ് തോന്നിയത്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതായത് ആ ഒരു സമയത്ത് ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് പുള്ളിക്കാരിയുടെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് അത് ആ ഒരു രീതി, അതായത് ആ ഒരു സമയത്ത് റിയാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അത് എനിക്കും ആ ഒരു അതായത് ഇപ്പോൾ ഒരു ആങ്കർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്രതികരിക്കുന്നതിനൊരു പരിധിയുണ്ട്, ഒരു സംഭവം. അതായത് ഇപ്പം ഈ ഒരു പുള്ളിക്കാരി ആ ഒരു അത് ഭയങ്കര രീതിക്കായിട്ടുള്ള പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. ആ ഒരു ഇന്റർവ്യൂ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ ഒരു ടൈമിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ
സിസ്റ്റമിനകത്ത് ഇപ്പൊ അങ്ങനെ ഒരു ജോബിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും അവർക്ക് പ്രതികരിക്കുന്നതിനും ഒരു ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം അവർ പ്രതികരിക്കണമെങ്കിൽ തന്നെ അത് അവരുടെ ജോബിനെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ പല രീതിക്കുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഈ ഫേസ് ചെയ്യേണ്ട വരുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സെൽഫ് റെസ്പെക്ട് എല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഈ കേൾക്കണ ഊക്കെല്ലാം കേട്ടിട്ട് നമ്മൾ അവിടെ ഇരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ, അപ്പൊ ഈ ഒരു സ്ഥലത്ത് പുള്ളിക്കാരി പ്രതികരിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ എന്നാലും പുള്ളിക്കാരി അവിടെ പ്രതികരിച്ചില്ല. അത് എന്തോ പുള്ളിക്കാരിയുടേതായ റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ എന്നാലും ഇപ്പൊ നമ്മൾ നോക്കണമെങ്കിൽ പലരും ചോദിക്കാൻ സാധ്യതയുണ്ട് അത് എന്തുകൊണ്ട് അപ്പൊ ആ ഒരു സമയത്ത് റിയാക്ട് ചെയ്യാണ്ട് ഇപ്പൊ വന്നിട്ട് ഇതിനെതിരെ, അതായത് ഇത്രയും നാളും കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നു എന്ന് പലർക്കും സംശയം ഉണ്ടാവും. അപ്പൊ ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് നമ്മുടെ കായ്സിന്റെ, അതായത് ഇറ്റ്സ് മീ കായ്സ് എന്ന് പറഞ്ഞ ആ ഒരു ചാനലിനകത്ത് പുള്ളിക്കാരി ഒരു ഓഡിയോയും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ഈ ഒരു റീസൺ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചുരുക്കി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും എൻ്റെ അടുത്ത് ആളുകൾ മേ ബി ചിന്തിക്കും എന്തായിരിക്കും ആ സമയത്ത് ചിരിച്ചുകൊണ്ടിരുന്നതെന്ന്. നിങ്ങൾക്ക് ആ വീഡിയോ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ആ ആൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്നെ പറഞ്ഞത് ഇതേപോലെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് സുമേഷ് തമ്പിയെ പോലെ ഇരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സുമേഷ് തമ്പി ആരാണെന്ന് കൂടി അറിയില്ലായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ എനിക്ക് എന്നെപ്പോലെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് അങ്ങനെ എന്നെപ്പോലത്തെ വേറെ ആളെ കാണാനൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ കരുതി എൻ്റെ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സോ അല്ലെങ്കിൽ എൻ്റെ പോലെ എന്തെങ്കിലും എൻ്റെ സിമിലറായിട്ട് എന്തെങ്കിലും സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ ഞാൻ അത്രയും സന്തോഷത്തോടാണ് ചോദിച്ചത്. അതെന്താ അങ്ങനെ? വീഡിയോ കണ്ടാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോഴാണ് ധർമ്മജ ബോൾഗട്ടി പറഞ്ഞത് നൂർജഹാൻ്റെ ജോഡിയാക്കാൻ അടിപൊളിയാണ്. അപ്പോഴും ഞാൻ കരുതിയത് ലൈക്ക് ഓക്കെ എന്തോ ഒരു സാമ്യം ഉണ്ടല്ലോ. അത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ പാർട്ടായിട്ട് ചിരിച്ച് തമാശയായിട്ട് ഞാൻ എടുത്തത്. ഇവർ ബോഡി ഷെയിം ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അടുത്തതായിട്ട് പുള്ളി എക്സാമ്പിളായിട്ട് നൂർജഹാനെ പോലെ വണ്ണമുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ അതിൽ ക്ലിയറാണ് വണ്ണമുള്ളതല്ലേ, ലൈക്ക് എൻ്റെ സൗണ്ട് മാറി. പിന്നെ പുള്ളി ആനയുടെ എക്സാമ്പിളും പഞ്ചവർണ്ണതത്തിൽ ആനയ്ക്ക് വെടികൊണ്ട് ലൈക്ക് എനിക്കെപ്പോഴും സ്റ്റിൽ ഇൻ്റർവ്യൂ ഇരിക്കുന്ന സമയത്ത് സുമേഷ് തമ്പി ആരാണെന്ന് അറിയില്ല. ഇൻ്റർവ്യൂ ഒറ്റ സ്ട്രെച്ചിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് റെഫർ ചെയ്ത് നോക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി വണ്ണം വെച്ചിട്ട് കളിയാക്കുന്നതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ മനസ്സിലായില്ല, ലൈക്ക് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ധർമ്മജൻ ഫുൾ ഇൻ്റർവ്യൂവിൽ കാണാം. ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നുണ്ട് എന്താ അളിയൻ്റെ ഇതേ ബോഡി ഷേമിംഗ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു ഇത് പിന്നെ അവർ കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ ഞാൻ പറഞ്ഞു ഓക്കെ ഇനിയിപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകൾ ഇതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരും എന്ന് ഞാൻ അവർക്ക് അങ്ങനെ പറയുകയും ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ജോലി കംപ്ലീറ്റ് ചെയ്തു. കാരണം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഷോ ആണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ജോലിയുടെ പാർട്ടായതുകൊണ്ട് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് ഞാൻ പിന്നീട് ഈ സുമേഷ് തമ്പി എന്ന് പറയുന്ന ആളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി. ഞാൻ അപ്പോൾ ആലോചിക്കുകയും ചെയ്തു ഞങ്ങൾ തമ്മിൽ എന്താ സാമ്യം. അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഭംഗിയുള്ള ഒരാൾ, ഞാൻ എൻ്റേതായ ഭംഗിയുള്ള ഒരാൾ. പക്ഷേ ഞാനും പുള്ളിയും തമ്മിൽ ലൈക്ക് ഒരു സാമ്യത ആർക്കും ചൂണ്ടിക്കാട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഇതുമില്ല. വെറും വണ്ണം ഉണ്ടെന്നുള്ളൊരു പേരിൽ അവിടെ ഒന്ന് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം, അത് ആളെയും എന്നെ ഒരേപോലെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ പറഞ്ഞതാണ്. പിന്നെ ഇവർ പറയുന്നത് എനിക്ക് പിന്നെയും എന്നെ ട്രിഗർ ചെയ്തത് ലൈക്ക് പറ്റിയ ജോഡിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ അങ്ങനെ പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് സുമേഷ് തമ്പിക്ക് പറ്റിയ ജോഡിയാണെന്നൊന്നും പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവ് കാണുമല്ലോ. അങ്ങനെ ഒരു വണ്ണത്തിൻ്റെ ഫാക്ടറിൽ അങ്ങനെയൊന്നും പറഞ്ഞ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നന്നായിട്ടപ്പോൾ ട്രിഗർ ആയിരുന്നു. പിന്നെ എൻ്റെ ജോലിയുടെ പാർട്ടായതുകൊണ്ട് മാത്രം എൻ്റെ ഇൻ്റർവ്യൂ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, അതെൻ്റെ വർക്കിൻ്റെ പാർട്ടായതുകൊണ്ട് മാത്രം ഞാൻ അപ്പോൾ റിയാക്ട് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴെന്താ റിയാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ ലൈക്ക് FFCയിലും അതുപോലെ വേറെ 1-2 പേജസിലൊക്കെ ഇതിൻ്റെ കട്ടിങ്സ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈവൻ എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ ഫാമിലി ആയാലും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ റിയാക്ട് ചെയ്യാഞ്ഞത്, മിണ്ടാണ്ട് അത് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് ഇങ്ങനെയുള്ളവർ അത് അവർക്ക് വീണ്ടും പ്രചോദനം ആവത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ കരുതി റിയാക്ട് ചെയ്യാം, ലൈക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറയാം. പിന്നെ ചെറുപ്പം മുതലേ വണ്ണമുള്ളൊരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ ആളുകൾ തമാശയുടെ പുറത്തുമൊക്കെ നമ്മളുടെ വണ്ണം കാണിച്ചൊരു തമാശ കോമഡിയാക്കാൻ ശ്രമിക്കുമ്പം അത് ആ ഒരു ട്രോമ എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചത് അതൊക്കെ ഞാൻ ഓവർകം ചെയ്തു, എനിക്കിനി റിയാക്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇതായിപ്പോയി. എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനത് ഒട്ടും എൻജോയ് ചെയ്യുന്നില്ലായിരുന്നു. ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു പോർഷൻ എൻ്റെ ഫേസിൽ ആ ഒരു അവരോടുള്ളൊരു എന്താ എന്നെ ട്രിഗേർഡ് ആയത് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും. ആദ്യം അത്രയും ചിരിച്ച് സന്തോഷത്തോടെ ഇരുന്ന ആളാണ്. പിന്നീട് അത് മാറുന്നത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ബാക്കി ഫുൾ ഒരു ആക്ടിങ്ങിൻ്റെ പുറത്ത് ഞാൻ ചിരിച്ച് സന്തോഷമായിട്ട് ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. നോർമൽ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് നമ്മൾ ഗസ്റ്റിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻ്റർവ്യൂ കഴിയുമ്പം ഇടുന്നതാണ്. ഞാൻ ഈ പറയുന്ന ധർമ്മജൻ ബോൾഗട്ടിയുടെ കൂടെയോ അല്ലെങ്കിൽ ബിനുവാടിമാലിയുടെ കൂടെയോ ഒരു ഫോട്ടോ പോലും പിന്നീട് എടുത്തിട്ടില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞു അത്രേ ഉള്ളൂ. ലൈക്ക് നമ്മളുടെ മൈൻഡിൽ എൻ്റെ മനസ്സിലതിന് എത്ര നാളായാലും അങ്ങനെ കിടക്കുകയും ചെയ്യും. പിന്നെ ഒരു ഫ്രെയിമിൽ വന്നിരിക്കുന്ന ഒരു ആങ്കറിനെ ലൈക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആങ്കർ എന്നല്ല ആരായിക്കോട്ടെ ഒരു ഫ്രെയിമിലിരിക്കുന്ന സമയത്ത് അവർ ഇൻസെക്യൂർ ആക്കാൻ വേണ്ടി ഇതേപോലെ എന്തെങ്കിലും ചെറിയ കാര്യം മതി.
ലൈക്ക് ഞാനപ്പം അതുവരെ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്നപ്പോൾ ലൈക്ക് അയ്യോ ഇത് ഇങ്ങനെയാണോ, ലൈക്ക് എന്നെ ആനയെ പോലെ തോന്നുമോ എന്നൊക്കെ നമുക്ക് ഒബ്വിയസ്ലി തോന്നും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ റിയാക്ട് ചെയ്തത്. ഞാൻ ഈ വിഷയത്തിനകത്ത് ഒരിക്കലും ഞാൻ ഈ പുള്ളിക്കാരനെ കുറ്റപ്പെടുത്തില്ല കേട്ടോ. കാര്യം അത് അങ്ങനെയാണ്. ഇപ്പം നമ്മളൊരു സമയത്ത്, അതായത് നമുക്ക് എപ്പോഴും നമ്മളെ ഒരു ഇൻസെക്യൂരിറ്റി വെച്ചിട്ട് ഒരാൾ നമ്മളെ കുറ്റം പറയുമ്പോഴോ ഒന്നും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് റിയാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോയിട്ട് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനകത്തേക്ക് ചിലപ്പോൾ പോവാം. അപ്പോൾ ഈ പുള്ളിക്കാർ പറയുന്നത് ആ ഒരു സമയത്ത് പുള്ളിക്കാരും ആ ഒരു സിറ്റുവേഷനകത്ത് ആയിപ്പോയി, അതേപോലെ തന്നെ റിയാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും, പിന്നെ അതേപോലെ തന്നെ ഈ പരിപാടി നല്ല രീതിക്ക് നടത്തിക്കൊണ്ട് പോകണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷറും കൂടി ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ വന്നപ്പോഴത്തേക്കും ആ ഒരു സമയത്ത് റിയാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതിനോട് ഞാൻ 100% യോജിക്കണം കേട്ടോ. കാര്യം അങ്ങനെ ആയി പോവാം ആര് വേണമെങ്കിലും. അതായത് നമ്മളെല്ലാവരും എപ്പോഴും എന്തെന്നെ പറഞ്ഞോ എന്നാലും ഞാൻ റിയാക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇരിക്കാൻ പറ്റൂല. അപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് ഈ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതായത് ഒരാളെ വെച്ചിട്ട് നമ്മളൊരു കോമഡി പറയണതിനകത്ത് ഏറ്റവും ഉള്ള പരിപാടിയാണ് ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്. അതായത് അയാളെ പറ്റി നമുക്ക് വേറെ ഒന്നും പറയാനില്ല, അതായത് അയാളുടെ ബോഡീനെ കളിയാക്കുക എന്നുള്ള പരിപാടി മാത്രം നമുക്ക് അറിയുള്ളൂ എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിട്ടുള്ള ഒരാളാണ് ബിനു അടിമാലി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ബിനു അടിമാലിനെ മാത്രം കുറ്റപ്പെടുത്തില്ല, അതായത് ധർമ്മജം ബോൾഗാട്ടിയും ഈക്വലി തന്നെ ഈ ഒരു പരിപാടിനകത്ത് കുറ്റക്കാരനാണ്. ധർമ്മജം ബോൾഗാട്ടി മറ്റേ ജോഡിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ട് കൊടുത്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വെറുതെ വണ്ണം ഉണ്ട് എന്നുള്ള ഒരു കാരണത്താലാണ് ഇവരെ പറഞ്ഞേക്കണം. ഈ നൂർജഹാൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയും മറ്റേ പുള്ളിയായിട്ട് അതായത് ജോഡിയാക്കാൻ കൊള്ളാം എന്നുള്ളത്. മറ്റേ ആനേനെയൊക്കെ വെച്ചിട്ടൊക്കെ ഉപമിക്കണം. ഇവരൊക്കെ എൻ്റെ പൊന്നോ, ഇവരൊക്കെയാണല്ലോ ഭയങ്കര വലിയ കോമഡിയന്മാരെന്ന് ആലോചിക്കുമ്പോൾ തന്നെ. അതായത് വെറുതെ അല്ല ഇവറ്റകളൊന്നും ഇപ്പോഴും ഭയങ്കര രീതിക്ക് പച്ച പിടിച്ച് വരാത്തത്. അതായത് കാലം മാറുമ്പോഴത്തേക്ക് ഇതേപോലുള്ള കീടാണുകളൊക്കെ അങ്ങനെ പയ്യെ പഠിച്ചു പോകുന്നതിന്റെ ഒരു എക്സാമ്പിളാണ് ഇവരൊക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാം. അപ്പൊ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതും അത്ര തന്നെയാണ്. ഇവരെ പോലുള്ളവരെ ഇങ്ങനത്തെ കോമഡി അടിക്കണവന്മാരെ ഒന്നും വെച്ചിട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരെ പോലുള്ളവരെയൊക്കെ കോമഡി ഇട്ടിട്ട് ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. കാര്യം ഇവരുടെ ഇപ്പൊ സ്റ്റാർ മാജിക്കിന്റെ കടിയിൽ പോയി നോക്കണമെങ്കിൽ ഇഷ്ടം പോലെ ചിരിക്കണം, അതും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവരെ ഓർത്തിട്ടെങ്കിൽ പുച്ഛം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോ കമന്റ് ചെയ്തിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റ ബൈ ബൈ.